ഇന്നത്തെ വീഡിയോ നമ്മുടെ ആറ്റുകാൽ ദേവീക്ഷേത്രവും പിന്നെന്താ പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ആദ്യമായിട്ട് നമ്മൾ കയറിയത് ആറ്റുകാലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ മലബാർ എക്സ്പ്രസ്സിനാണ് 5:20 കായംകുളത്തുനിന്ന് കയറി ഒരു 7:45 നമ്മൾ ഇറങ്ങിയത് പേട്ടയിലാണ്. അവിടുന്ന് ഒരു 60 രൂപ കൊടുത്ത് ഓട്ടോ പിടിച്ച് നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നിൽ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ചന്ദനത്തിരിയും പട്ടുമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടുന്ന് ഞാനും എൻ്റെ ചേച്ചി പെണ്ണും കൂടി വാങ്ങിച്ച് കയറുന്നുണ്ട്. ഭയങ്കര സന്തോഷം തന്നൊരു ദിവസമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് കയറി തൊഴാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹമാണ്. ഫസ്റ്റ് ടൈമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ചെല്ലുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ മുൻവശമൊക്കെ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അകത്തേക്കൊന്നും അവർ കയറ്റി വിടില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെയുള്ള കവറിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അകത്തേക്ക് ഞാൻ കയറുന്നതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി പൊങ്കാലയൊക്കെ ഇടാറുള്ള ക്ഷേത്രമാണ്. പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് അത് അകത്തേക്കൊന്നും ഒരു വീഡിയോ എടുപ്പിക്കത്തില്ല. പുറത്തുതാ ആ മഴയത്ത് നിന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ചേച്ചിപ്പൺ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും തൊഴുതു. പിന്നെ നേരെ ഞങ്ങൾ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കണ്ടില്ലേ, എൻ്റെ ഫുൾ ഗേറ്റ്, മെയിൻ ഗേറ്റാണത്. സത്യം പറഞ്ഞാൽ ചേച്ചി എൻ്റെ വഴക്ക് പറയുകയാണ്. ഫോണും പിടിച്ചിട്ട് മഴയത്ത് ഇങ്ങനെ എന്താ പറയുക വീഡിയോസ് എടുക്കുന്നതിന് വഴക്ക് പറഞ്ഞു. ഇങ്ങോട്ട് പാടി പെട്ടെന്ന് നട അടയ്ക്കുമെന്ന് വഴക്ക് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു എക്സ്പ്രസ് പോലെ ഒരു ഓട്ടോ, കുട്ടികളെ ഒന്നും കൊണ്ടുപോയത് കാരണം ഞങ്ങളൊരു ഓട്ടോ ഓടിയതാണ്. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വഴക്ക് പറഞ്ഞെങ്കിലും ഞാൻ വീഡിയോ എല്ലാം ഓണാക്കി തന്നെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പറയുകയുണ്ടായി, ഇവിടെയുള്ള വീഡിയോ എടുപ്പൊക്കെ ഉള്ളൂ, ഫ്രണ്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതും ഫസ്റ്റ് ടൈമാണ് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പോകുന്നത്. അപ്പോൾ ഈ വർഷം ഞാൻ പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്ന കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഔട്ടിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കുറേ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പറ്റി. എപ്പോഴും കുക്കിംഗ് വീഡിയോസ് മാത്രം എടുത്താൽ പോരല്ലോ അല്ലേ. അപ്പോൾ അതാ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ മുന്നിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിലെ ആ കുളമാണ് കണ്ടില്ലേ. പക്ഷേ എനിക്കത് മൊത്തം ഒന്നും സമാധാനത്തോടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. 11:15 ആകുമ്പോഴത്തേക്കും അവിടെ നടയടയ്ക്കും എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് നല്ല മഴയും ഉണ്ടായിരുന്നു. ആ മഴ ഇങ്ങനെ നനഞ്ഞ് പത്മനാഭസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലും വേറെ സന്തോഷം തന്നൊരു ദിവസം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എനിക്ക് അവിടുന്ന് ഭഗവാന്റെ ഭക്ഷണം അല്പം കഴിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അധിക സമയമൊന്നും ക്യൂ ഒന്നും നിർത്തിയില്ല. ഭഗവാൻ 10:45 ഞങ്ങൾ കയറി. 11:15 മുൻപായിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങുകയുണ്ടായി. അധിക സമയമൊന്നും ഭഗവാൻ ഞങ്ങളെ നിർത്തിയില്ല. പക്ഷേ അവിടുത്തെ നേദ്യം കഴിക്കാനായിട്ട് പ്രസാദ വിതരണം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് കുറച്ച് നേരം നിൽക്കേണ്ടതായിട്ട് വന്നു. അത് ഭഗവാന്റെ നിവേദിച്ച പ്രസാദം തന്നെ ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. അതിൽ എനിക്ക് എൻ്റെ പാത്രത്തിലേക്ക് വിളമ്പയും തീരുകയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പരം ഒരു സന്തോഷം ഇനി എന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് പോകാൻ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അകത്തേക്കൊന്നും നമുക്ക് ഫോണും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ആ കൗണ്ടറിൽ കൊടുത്തിട്ട് പോകുന്ന കാരണം എനിക്ക് അകത്തൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് പുറത്തൊക്കെയുള്ള ഒരു കടകളൊക്കെയുള്ള എല്ലാമൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നതേക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ഇനി നമ്മൾ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പോക്കിന് ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുത്തതാണ്. അതൊന്നും കൂടി ഒന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് ഉള്ള വ്യൂസൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എപ്പോഴും ഇത് തന്നെ, സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എല്ലാം കള്ളമാണോ പറയുന്നതല്ലേ, എപ്പോഴും അത് വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഭഗവാനെ കാണാൻ പറ്റിയതിൽ വളരെയധികം ഒരു സന്തോഷം എനിക്കുണ്ട്.
गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि. തിരിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഒരു 2:45 ട്രെയിനായിരുന്നു കയറിയത്. പക്ഷേ നമുക്കൊരു 3 മണി 3:30 ട്രെയിൻ ലേറ്റ് ആയിരുന്നു. 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ. എങ്കിലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. ഈ 3 ക്ഷേത്രങ്ങളും ഞങ്ങൾക്ക് തൊഴാൻ പറ്റി. വളരെ സമാധാനത്തോടു കൂടി തന്നെ തൊഴാൻ പറ്റി. എൻ്റെ ചേച്ചിപ്പെണ്ണ് കാരണമാണ്. ചേച്ചി വർക്ക് ചെയ്യുന്നതാണ്. അന്ന് ലീവ് എടുത്തിട്ടാണ് എൻ്റെ കൂടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഒരു സ്പെഷ്യൽ താങ്ക്സ് ചേച്ചിയോടാണ് പറയേണ്ടത് കൂടെ വന്നതിന്. അല്ലെങ്കിൽ ഞാൻ തനിച്ച് വരേണ്ടി വന്നേനെ. എൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുക എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹവും നടന്നു. അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഈ പ്രാവശ്യം നടന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പോയി തൊഴുന്നതാണ് അല്ലേ. പുറത്തുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് ഇത് തൊഴാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഗേറ്റാണ്, സ്വാമി ക്ഷേത്രത്തിലേക്ക് കയറുന്ന മെയിൻ ഗേറ്റാണ്. മഴയിൽ കുതിർന്ന് ഇങ്ങനെ എന്താ പറയുക, പത്മനാഭസ്വാമി ഇങ്ങനെ കിടക്കുകയായിരുന്നു. നല്ല ഒരുപാട് മഴയില്ല, എന്നാൽ നമുക്ക് ചെന്ന് തൊഴാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ അതും നല്ല ഒരു സന്തോഷം തന്ന ഒരു ദിവസമായിരുന്നു. രാവിലെ പോയി ഞങ്ങൾ വൈകിട്ടാണ് തിരിച്ച് വീട്ടിലെത്തി. വേറൊന്നുമല്ല, ഭക്ഷണം കഴിക്കേണ്ടത് കൊണ്ടിട്ടാണ് അത്രയും ലേറ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചെത്താൻ വരും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണും വരെ ബൈ.